സൂര്യപ്രകാശം സ്വർണ്ണ നൂലുകൾ പോലെ ഭൂമിയിലേക്ക് പെയ്തിറങ്ങിയ ആ പ്രഭാതത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. വസുദേവൻ്റെയും ദേവശ്രീയുടെയും സ്വപ്നങ്ങൾ തുറക്കുന്ന പുണ്യനിമിഷം. നഗരമധ്യത്തിൽ തലയുയർത്തി നിൽക്കുന്ന ആ കെട്ടിടത്തിന് മുകളിൽ വലിയ അക്ഷരങ്ങളിൽ ആ പേര് തെളിഞ്ഞു നിന്നു. പ്രാണ കാർഡിയോ കെയർ. വെറുമൊരു പേരല്ലായിരുന്നു അത്. വസുദേവൻ്റെ വർഷങ്ങളായുള്ള തപസ്സിൻ്റെയും ദേവശ്രീയുടെ അചഞ്ചലമായ പിന്തുണയുടെയും പരിസമാപ്തിയായിരുന്നു അത്. ആശുപത്രിയുടെ കവാടം കടന്നുവരുന്ന ഓരോരുത്തരെയും സ്വീകരിച്ച് ആധുനികതയുടെ പകിട്ടല്ല, മറിച്ച് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു കുളിർമ കാറ്റായിരുന്നു. ആദ്യ ദിനം തന്നെ പ്രാണയുടെ ഇടനാഴികൾ ജനനിബിഡമായിരുന്നു. വർഷങ്ങളായി വസുവിനെയും ദേവശ്രീയും വിശ്വസിക്കുന്ന പഴയ പേഷ്യൻ്റ് ഒന്നടങ്കം അവിടെ എത്തിയിട്ടുണ്ട്. തങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ആ പ്രിയപ്പെട്ട ഡോക്ടർമാരുടെ പുതിയ കാൽവെപ്പിന് സാക്ഷ്യം വഹിക്കാൻ ഓരോ മുഖത്തും പുഞ്ചിരി വിരിഞ്ഞു നിന്നു. ഉദ്ഘാടന ദിനമായതിനാൽ പേഷ്യൻറ്റുകളിൽ നിന്നും യാതൊരു ഫീസും വാങ്ങാതെ തികച്ചും സൗജന്യമായാണ് വസുവും ദേവശ്രീയും അവരെ പരിശോധിച്ചത് തന്നെ. പണത്തിന് മീതെ മനുഷ്യത്വത്തിന് വില നൽകുന്ന വസുദേവൻ്റെ ആ വലിയ മനസ്സ് അവിടെ വന്ന ഓരോ ഹൃദയത്തെയും സ്പർശിച്ചിരുന്നു. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് പ്രാണയുടെ ഉള്ളിലെ വ്യൂ. കണ്ണഞ്ചിപ്പിക്കുന്ന വെളുത്ത മാർബിൾ തറയിൽ പതിക്കുന്ന പ്രകാശം ആ മുറിയിലാകെ പോസിറ്റീവ് എനർജി നിറച്ചു. ആശുപത്രികളുടെ പതിവ് മടുപ്പിക്കുന്ന ഗന്ധത്തിനു പകരം വായുവിൽ നേർത്ത പനിനീരിൻ്റെയും ചന്ദനത്തിൻ്റെയും സുഗന്ധം അലിഞ്ഞു ചേർന്നിരുന്നു. വിശാലമായ റിസപ്ഷനിൽ പേഷ്യൻറ്റുകൾ വിശ്രമിക്കാനായി ഒരുക്കിയ ഇരിപ്പിടങ്ങൾ വല്ലാത്തൊരു സമാധാന പ്രദാനം ചെയ്യുന്നവയായിരുന്നു. ചുവരുകളിൽ തൂക്കിയ മനോഹരമായ ചിത്രങ്ങൾ മിടിക്കുന്ന ഹൃദയങ്ങളുടെയും പുഞ്ചിരിക്കുന്ന മുഖങ്ങളുടെയും പ്രകൃതിയുടെ പച്ചപ്പിൻ്റെയും ദൃശ്യങ്ങൾ ചികിത്സക്ക് എത്തിയവരുടെ മനസ്സിനെ പകുതിയും സുഖപ്പെടുത്തി കഴിഞ്ഞിരുന്നു. ഓരോ കൺസൾട്ടിംഗ് റൂമിനും പുറത്തുള്ള ഇടനാഴിയിൽ മെല്ലെ ഒഴുകുന്ന സംഗീതം ഭയത്തെയും ആശങ്കയും അകറ്റി നിർത്തി. ഐസിയുവിനും ലബോറട്ടറികൾക്കു മുന്നിലുള്ള ഗ്ലാസ് വാതിലുകൾ പോലും ശാന്തതയുടെ പുതപ്പണിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നി. വസുവും ദേവശ്രീയും ഒരേ മനസ്സോടെ പേഷ്യൻറ്റുകളെ നോക്കിയിരിക്കുന്ന ആ മുറികളിൽ നിന്നും പ്രത്യാശയുടെയും ആശ്വാസത്തിൻ്റെയും വാക്കുകൾ മാത്രം പുറത്തേക്കൊഴുകി. വന്നവർക്കെല്ലാം പ്രാണ വെറുമൊരു ആശുപത്രിയായിരുന്നില്ല. അത് തകരാറിലായ ഹൃദയതാളങ്ങളെ വീണ്ടും സംഗീതമായി മാറ്റുന്ന ഒരു മാലാഖയുടെ സ്പർശനമായിരുന്നു. എല്ലാവരുടെയും കണ്ണുകളിൽ നന്ദിയും ചുണ്ടുകളിൽ വസുവിനെയും ദേവശ്രീക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും മാത്രം ബാക്കിയായി. TV സ്ക്രീനിൽ പ്രാണയുടെ ഉദ്ഘാടന വാർത്തയും മിന്നിമറഞ്ഞ അതേ നിമിഷം തന്നെ ശങ്കരൻ്റെയും ശരണ്യയുടെയും ഉള്ളിൽ പകയുടെ കനലുകൾ ആളിക്കത്തി. ആ ആവേശം അടക്കാനാവാതെ അവർ തങ്ങളുടെ കാറെടുത്ത് ആ ആശുപത്രിയുടെ മുന്നിലേക്കെത്തി. ലക്ഷ്യം ഒന്നേയുള്ളൂ, വസുദേവനെ നേരിടണം. പുറത്ത് രോഗികളുടെ വലിയൊരു നിര തന്നെയുണ്ട്. എന്നാൽ അതൊന്നും ഗൗനിക്കാതെ ശങ്കർ നേരെ വസുദേവൻ്റെ ക്യാബിനിലേക്ക് അതിക്രമിച്ചു കയറി. യെസ്, കമിൻ. അടുത്ത രോഗിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഫയലിൽ നിന്നും കണ്ണെടുക്കാതെ തന്നെ വസുദേവൻ പറഞ്ഞു. എന്നാൽ നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും മറുഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടാവാത്തത് കൊണ്ട് വസു സാവധാനം തൻ്റെ ശിരസ്സുയർത്തി. മുന്നിൽ നിൽക്കുന്ന ആ രൂപങ്ങളെ കണ്ടതും അയാളുടെ കണ്ണുകൾ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. നെഞ്ചിലെ ദേഷ്യം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അയാൾ ഗൗരവത്തിലായി പറഞ്ഞു, ഇതൊരു കാർഡിയോ ഹോസ്പിറ്റലാണ്. ഹൃദയത്തിന് അസുഖമുള്ളവർ വരുന്ന ഇടം. ശങ്കരൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. അദ്ദേഹം പല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, എനിക്കറിയാം ഇതൊരു കാർഡിയോ ഹോസ്പിറ്റലാണെന്ന്. എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ സ്വന്തം മരുമകനാണെന്ന ബോധ്യവും എനിക്കുണ്ട്. വസുദേവൻ തൻ്റെ കയ്യിലെ പേന മേശപ്പുറത്ത് വെച്ചു. അയാളുടെ നോട്ടത്തിൽ മഞ്ഞുപാളികൾ ഉറഞ്ഞുകൂടിയിരുന്നു. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ദയവായി പുറത്തു വന്ന് കാത്തിരിക്കൂ. എന്നെ കാത്ത് ഒരുപാട് രോഗികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ശങ്കരൻ ഒരടി മുന്നോട്ട് നീങ്ങി വസുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി വസു. നിനക്ക് ശരണ്യെ ഇനി വേണ്ടേ? ആ ചോദ്യം കേട്ടതും വസുവിൻ്റെ നോട്ടം ശങ്കരനെ പിന്നിൽ തന കുളിച്ച് നിൽക്കുന്ന ശരണ്യയിലേക്ക് നീണ്ടു. നിസ്സംഗതയോടെ അയാൾക്ക് മറുപടി നൽകി, നിസ്സാര കാര്യത്തിന് പിണങ്ങിപ്പോയവളെ ഞാൻ എന്തിനാണ് അങ്ങോട്ട് ചെന്ന് വിളിക്കുന്നത്? എൻ്റെ ഭാര്യ എന്നെ അനുസരിക്കണം. എനിക്കതാണ് ഇഷ്ടം. എൻ്റെ പുഴയോരത്തെ വില്ലയുടെ ആധാരം എൻ്റെ കയ്യിൽ തന്നിട്ട് അവൾക്ക് കണിമംഗലത്തേക്ക് വരാം. അല്ലാത്ത പക്ഷം അവളെ എനിക്ക് ആവശ്യമില്ല. പകരമായി എൻ്റെയും എൻ്റെ മകൻ കിച്ചുവിൻ്റെയും കാര്യം നോക്കാൻ മറ്റൊരാളുണ്ടെങ്കിൽ ശരണ്യ ഇവിടെ വേണമെന്ന് എനിക്ക് നിർബന്ധവുമില്ല.
വസുവിൻ്റെ ആ ഉറച്ച വാക്കുകൾ ഒരു ഈയുര ഈയുരുക്കി ഒഴിച്ചതുപോലെ ശങ്കരൻ്റെ കാതുകളിൽ പതിച്ചു. അദ്ദേഹം ശരണ്യയെ ഒന്ന് നോക്കി. എന്നിട്ട് പരിഹാസത്തോടെ വസുവിനോടായി പറഞ്ഞു: ഞാനും എൻ്റെ മകളെ അങ്ങോട്ട് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അവൾക്ക് പകരം നീ അവിടെ മറ്റൊരുത്തിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടല്ലോ. അവളാണല്ലോ ഇപ്പോൾ നിന്റെ മകൻ കിച്ചുവിൻ്റെയും കാര്യങ്ങൾ നോക്കുന്നത്. ആ വാക്കുകൾ കേട്ടതും വസുദേവൻ്റെ നിയന്ത്രണം തെറ്റി. ആ മനോഹരമായ ദിനത്തെ മലിനമാക്കാനെത്തിയവരോട് അവന് അറപ്പാണ് തോന്നിയത്. അതിനെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല. അവൾ എൻ്റെ സുഹൃത്ത് മാത്രമാണ്. പിന്നെ കിച്ചുവിന് സ്വന്തം അമ്മയേക്കാൾ കൂടുതൽ അവളോടാണ് സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മകളുടെ സ്വഭാവ ഗുണത്തിൻ്റെ ഫലമാണ്. എൻ്റെ വിലപ്പെട്ട സമയം ഇനിയും കളയരുത്. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം. വസുവിൻ്റെ ശബ്ദത്തിലെ ഗാംഭീര്യം ആ മുറിയിലാകെ മുഴങ്ങി നിന്നു. ഉള്ളിലെ ദേഷ്യം പുറത്തു കാട്ടാതെ തങ്ങളെ അപമാനിച്ചതിൻ്റെ മുഖത്തേക്ക് ഒരു അഗ്നിബാണം തൊടും പോലെ നോക്കി ശങ്കരനും ശരണ്യയും ആ വാതിൽ വലിച്ചടച്ചു പുറത്തേക്ക് നടന്നു. ആ വാതിൽ അടഞ്ഞ ശബ്ദം പ്രാണയുടെ ഇടനാഴികളിൽ ഒരു വിലാപം പോലെ മാറ്റുരച്ചു. ശങ്കരനും ശരണ്യയും ദേഷ്യത്തോടെ പുറത്തേക്ക് പോകുന്നത് ദേവശ്രീ കണ്ടു. തൻ്റെ ക്യാബിലെ ചില്ലുവാതിൽ അപ്പുറം ആ കാഴ്ച മായുമ്പോൾ അവളുടെ ഉള്ളിൽ നേർത്തൊരു ആശങ്ക നീലിച്ചു. എങ്കിലും മുന്നിലിരിക്കുന്ന രോഗിയുടെ വേദനയിലേക്ക് അവൾ തൻ്റെ ശ്രദ്ധ തിരിച്ചു. എന്നാൽ വസുവിൻ്റെ ഉള്ളിൽ ഒരു കടലിരമ്പുകയായിരുന്നു. അതൊരു കറുത്ത ഓർമ്മകളുടെ തുടക്കമായിരുന്നു. തൻ്റെ പുതിയ രോഗിയെ പരിശോധിക്കാൻ വേണ്ടിയാണ് അന്ന് വസുദേവൻ സ്വന്തം വില്ലയായ പുഴയോരത്തെ നീലമിലേക്ക് ചെന്നത്. ശാന്തമായി ഒഴുകുന്ന പുഴയുടെ തീരത്ത് പ്രത്യാശയുടെ പച്ചപ്പണിഞ്ഞു നിൽക്കുന്ന ആ വില്ല അന്നവന് നൊമ്പരമായി. തൻ്റെ വില്ല ശരണ്യ മറ്റാർക്കും മാറ്റിവിട്ടിരിക്കുന്നു. വിധി കാത്തുവെച്ചത് മറ്റൊരു ദുരന്തവുമായിരുന്നു. രോഗി പറഞ്ഞിരുന്ന 407 നമ്പർ മുറിക്ക് പകരം അവ്യക്തമായ ചിന്തകളിൽപ്പെട്ട് വസു ബെല്ലടിച്ചത് 406 നമ്പറിലായിരുന്നു. എത്ര നേരം കഴിഞ്ഞിട്ടും ഉള്ളിൽ നിന്ന് മറുപടിയില്ലാത്തപ്പോൾ ആശങ്കയോടെ അവൻ ആ വാതിൽ പതിയെ തള്ളി തുറന്നു. മുന്നിൽ കണ്ട കാഴ്ച തൻ്റെ സ്വർഗമെന്നു കരുതിയ ആ കിടക്കിൽ തൻ്റെ പ്രാണനായ ശരണ്യ തൻ്റെ ഉറ്റ സുഹൃത്ത് തോമസിനൊപ്പം പ്രണയത്തിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ചിരിക്കുന്നു. അവളുടെ ഉടലിൻ്റെ ചൂടറിഞ്ഞ് താൻ മാത്രമാണെന്ന് വസുവിൻ്റെ അഹങ്കാരം അവിടെ കരിഞ്ഞുണങ്ങി വീണു. തോമസിൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് ലോകം മറന്ന് അവൾ കിടക്കുന്ന ആ കാഴ്ച വസുവിൻ്റെ കണ്ണുകളിൽ ഇരുട്ട് പടർത്തി. തൻ്റെ പ്രിയപ്പെട്ടവൾ മറ്റൊരു പുരുഷൻ്റെ സാമീപ്യത്തിൽ നിർവൃതി അണയുന്ന ആ നിമിഷങ്ങൾ വസുവിൻ്റെ ആത്മാവിനെ ചുട്ടുപൊള്ളിച്ചു. ശരണ്യ, ആ പേര് അവൻ്റെ തൊണ്ടയിൽ ഒരു വിലാപമായി തടഞ്ഞു നിന്നു. പഠിക്കുന്ന കാലത്തും പ്രണയിച്ചിരുന്ന കാലത്തും മറ്റൊരു പുരുഷന് മുന്നിലും തലയുയർത്തി നോക്കാത്തവൾ, വാക്കുകളിൽ തേൻ പുരട്ടി സ്നേഹത്തിൻ്റെ ആൾരൂപമായി തന്നോടൊപ്പം നടന്നവൾ. അവളുടെ ആ ശാന്തമായ സ്വഭാവമായിരുന്നു വസുവിനെ അവളിലേക്ക് അടുപ്പിച്ചതും. കൂട്ടുകാർ പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ശരണ്യ നിനക്ക് മാത്രമുള്ളവളല്ലെന്നും അവൾക്ക് പല പുരുഷന്മാരുമായി ബന്ധമുണ്ടെന്നും അവർ പറഞ്ഞപ്പോൾ വസു അവരെയെല്ലാം പുച്ഛിച്ചു തള്ളി. തൻ്റെ ശരണ്യ അങ്ങനെയല്ലെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇന്ന് സ്വന്തം കണ്ണുകൾ കൊണ്ട് ആ സത്യം കാണേണ്ടി വന്നപ്പോൾ വസുദേവൻ തകർന്നു പോയി. ഒരു മിന്നൽ പണം പോലെ ഓർമ്മകൾ വസുവിൻ്റെ തലച്ചോറിൽ പാഞ്ഞുപോയി. അതുകൊണ്ടായിരുന്നു ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അവളോട് ആധാരത്തെക്കുറിച്ചും ചോദിച്ചതും അന്നും ചോദിച്ചതും അത്രയും കടുപ്പത്തിൽ അവൻ സംസാരിച്ചതും. സ്നേഹിച്ച ഹൃദയം വെറുപ്പിൻ്റെ അഗ്നിപർവ്വതമായി മാറാൻ ആ ഒരൊറ്റ കാഴ്ച മതിയായിരുന്നു. കണ്ണുകളിൽ നിന്നും ഒരൊറ്റ കണ്ണുനീർ ആ മാർബിൾ തറയിലേക്ക് അടർന്നു വീണു. അത് വെറുമൊരു കണ്ണുനീരായില്ല, ഒരു പുരുഷൻ തൻ്റെ പ്രണയിനിയിൽ അർപ്പിച്ച വിശ്വാസം തകർന്നൊടിഞ്ഞതിൻ്റെ ശബ്ദമായിരുന്നു. ഒരു നിമിഷമെങ്കിലും അവൾക്ക് കിച്ചുവിനെക്കുറിച്ച് ഓർക്കാമായിരുന്നു. അതും മനസ്സിൽ കരുതി അവൻ കണ്ണുകൾ അടച്ച് അവിടെ കിടന്നു.